അനുവദിച്ചിരിക്കുന്നു. യേശുനാഥ, അവിടുത്തെ എളിയ ശിഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതമിതാ അവസാനിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിൽ അങ്ങേപ്പറ്റി ഓർക്കുവാനുള്ള അവസാന നിമിഷം. അറിവില്ലാത്തവനായ എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ. പാറപ്പുറത്ത് കിടക്കുന്ന ആ തെണ്ടിവർഗങ്ങളുടെ കബദ്ധങ്ങൾ കാക്കയും കഴുകനും വലിച്ചു കീറി തിന്നുകയാണ്. സകല രാജ്യങ്ങളെയും അടക്കി ഭരിക്കാൻ പ്രാപ്തിയുള്ളവരും വിലാസവതികളായ തരുണീ മണികളുടെ കണ്ണിലുണ്ടിയാവാനും ഈ സാമ്രാജ്യത്തിന്റെ പ്രൗഢിയും പ്രതാപവും നിറഞ്ഞ ഈ നീരോ ചക്രവർത്തിയായ നാമോ, അതോ കേവലം തിരിച്ചറിവില്ലാത്ത മുക്കുവരുടെയും മനുഷ്യരെന്നവകാശപ്പെടാൻ പോലും യോഗ്യരല്ലാത്ത കുറെ നീച ജാതികളുടെയും കൂടെ തെണ്ടി നടന്നിരുന്ന ആ നസ്രായക്കാരനോ? ആരാണ് ദൈവം? പറയൂ സൈന്യ, അഥവാ നാമോ അതോ അവനോ? തിരുമേനി, മനുഷ്യൻ ദുർബലനാണ്. പരിതസ്ഥിതികളുടെ പ്രത്യേകത കൊണ്ട് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിയെന്ന് വരും. അന്ന് ഞാനൊരു ഭീരുവായിരുന്നു. ആരുടെ മുന്നിലാണ് നീ ഇത്തരം കെട്ടുകഥകൾ പറയുന്നതെന്നറിയാമോ? സത്യം പറയാത്ത നാവ് നാം പിഴുതെടുക്കും. അടിയൻ ബോധിപ്പിച്ചത് സത്യമാണ് തിരുമേനി. സിംഹങ്ങൾ അയാളെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയെന്നു. സൈന്യാധിപ, സംശയമെന്ന്. അവരൊരു മന്ത്രവാദി, അവരൊരു ക്ഷുദ്രക്കാരൻ. നിങ്ങൾ തൽക്ഷണത്തിൽ അവനെ നമ്മുടെ സന്നിധിയിലേക്ക് ആനയിക്കും. അവന്റെ മന്ത്രതന്ത്രങ്ങൾ നമ്മുടെ മുൻപിൽ നിഷ്പ്രഭമായി പോകും. വേഗം ചെല്ലും. ആഹാ, നല്ല കഥ. എന്നിട്ട് സ്പാർട്ടക്കസ് എന്താ ചെയ്തേ? അങ്ങനെ അവസാനം ഒരു ദിവസം സ്പാർട്ടക്കസ് തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു. കൂടെ മറ്റ് 70 അടിമത്തടവുകാരും. രക്ഷപ്പെട്ടോടുന്നതിനിടയിൽ അവർ വഴിയിൽ കണ്ട ഒരു പാചകക്കാരന്റെ കടയിൽ നിന്നും ആയുധങ്ങളും മോഷ്ടിച്ചു. അയ്യോ, അതാരും കണ്ടില്ലേ? കണ്ടില്ലെന്നു മാത്രവുമല്ല, ഒരു വാഗൺ നിറയെ പോരാളികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അവർ മോഷ്ടിച്ചു. എന്നിട്ട് അവരെങ്ങോട്ടാ പോയത്? അവരിതെല്ലാം എടുത്ത് അടുത്തുള്ള വെസുവിയസ് പർവ്വത നിരകളിലേക്ക് പോയി. അവയെ ആയും തന്നെ പിടിച്ചല്ലേ? 3000-ഓളം സൈനികർ അവിടെ എത്തി അവരുമായി ശക്തമായ യുദ്ധം തുടങ്ങി. എന്നിട്ട് ആരാ ജയിച്ചേ? ആരോ വന്നു. ഇനി ബാക്കി കഥ നാളെ പറയാം.